Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. കരിവെള്ളൂർ പലിയേരിയിൽ വിവാഹ വീട്ടിൽ മോഷണം. നവവധുവിന്റെ 30 പവനോളം ആഭരണങ്ങൾ മോഷണം പോയതായി പരാതി. കരിവെള്ളൂർ പലിയേരിയിലെ AK അർജുന്റെ ഭാര്യ കൊല്ലം സ്വദേശിനി ആർച്ച S സുധിയുടെ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ചാച്ചാജി വാർഡ് പാർട്ടി സഹകരണ സംഘത്തിന് നൽകാൻ അനുവദിക്കില്ലെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സ്റ്റേറ്റ് നാഷണൽ ഖാദി ലേബർ യൂണിയൻ സംസ്ഥാന സമ്മേളനം പയ്യന്നൂർ AK കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. മാലിന്യം നിറഞ്ഞ് മാടായി പഞ്ചായത്തിലെ കോഴി ബസാർ മത്സ്യ മാർക്കറ്റിനു സമീപം റോഡരികിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നു. പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിൽ. വാർത്തകൾ വിശദമായി. കരിവെള്ളൂർ പലിയേരിയിൽ വിവാഹ വീട്ടിൽ മോഷണം. നവവധുവിന്റെ 30 പവനോളം ആഭരണങ്ങൾ മോഷണം പോയതായി പരാതി. കരിവെള്ളൂർ പലിയേരിയിലെ AK അർജുന്റെ ഭാര്യ കൊല്ലം സ്വദേശിനി ആർച്ച S സുധിയുടെ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിവാഹ ദിനത്തിൽ നവവധു അണിഞ്ഞ 30 പവന്റെ ആഭരണങ്ങൾ ആദ്യ രാത്രിയിൽ മോഷണം പോയി. കരിവെള്ളൂർ പലിയേരിയിലെ AK അർജുന്റെ ഭാര്യ കൊല്ലം സ്വദേശിനി ആർച്ച S സുധിയുടെ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. ഇക്കഴിഞ്ഞ മെയ് 1 വിവാഹം കഴിഞ്ഞ ശേഷം ഭർതൃഗൃഹത്തിലെ മുകളിലത്തെ നിലയിലെ കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ച ആഭരണങ്ങളാണ് കാണാതായത്. ആഭരണപ്പെട്ടി തുറന്നാണ് മോഷണം നടത്തിയത്. താലിമാല ഒഴിവാക്കി ബാക്കി ആഭരണങ്ങളാണ് എടുത്തത്. വജ്രാഭരണങ്ങൾ മോഷ്ടാവ് എടുത്തിട്ടില്ല. തൊട്ടടുത്തിരുന്ന പണം ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ടാകാം അതും എടുത്തിട്ടില്ല. 1-ാം തീയതി വൈകിട്ട് 6 മണിക്കും 2-ന് രാത്രി 9-നും ഇടയിലുള്ള സമയത്താണ് മോഷണം നടന്നതെന്ന് കാണിച്ച് യുവതി പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. 20 ലക്ഷം രൂപ വില വരുന്ന ആഭരണങ്ങൾ മോഷണം പോയെന്ന പരാതിയിൽ കേസെടുത്ത പയ്യന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശനിയാഴ്ച ഉച്ചയോടെ കണ്ണൂരിൽ നിന്നും ഫോറൻസിക് വിഭാഗം വന്ന് തെളിവെടുത്തു. ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആർച്ച കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനിയാണ്. തിരുവനന്തപുരം IT പാർക്കിലാണ് ജോലി. അർജു തിരുവനന്തപുരം USTയിൽ ജോലി ചെയ്യുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ചാച്ചാജി വാർഡ് പാർട്ടി സഹകരണ സംഘത്തിന് നൽകാൻ അനുവദിക്കില്ലെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വ്യാപക അഴിമതിയും ക്രമക്കേടുമാണെന്നും ചാച്ചാജി വാർഡ് CPM സഹകരണ സംഘത്തിന് കൈമാറിയത് നിയമവിരുദ്ധമായാണെന്നും ചാച്ചാജി വാർഡ് അടിയന്തരമായും പാംകോസിന് നൽകിയ നടപടി പിൻവലിക്കണമെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ഇവിടെ തന്ത്രപൂർവ്വം അതിനെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇവിടെ HMC പോലും അറിയാതെ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി പോലും അറിയാതെ ആ ബിൽഡിംഗ്, ചാച്ചാജി ബിൽഡിംഗ്, അത് പാമ്പേഴ്സ് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു സൊസൈറ്റിക്ക്
ഫാൻകോ എന്ന് പറയുന്ന ഒരു സൊസൈറ്റിക്ക് കൈമാറാൻ വേണ്ടി തീരുമാനിച്ചു. അതിനെതിരെ ഇവിടെ HMCയുടെ മെമ്പറായിട്ടുള്ള രാജീവൻ കപ്പച്ചേരി കലക്ടർക്ക് പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടെ അത് സ്റ്റേ ചെയ്യുകയും ചെയ്തു എന്ന് നമുക്കറിയാം. ആ സ്റ്റേ ചെയ്ത് അതിനുശേഷം ഹൈക്കോടതി പറഞ്ഞു ഇത് ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി കലക്ടറെയും അതുപോലെ ചുമതലപ്പെടുത്തി കലക്ടറേറ്റ് ഈ പറയുന്ന പരാതി കൊടുത്ത ആളുമായി സംസാരിച്ച് ഡിസ്കഷൻ നടത്തി അവിടെ തീരുമാനമെടുത്തു. 3 അംഗ കമ്മിറ്റിയെ അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി 3 അംഗ കമ്മിറ്റിയെ വെച്ചു. 3 അംഗ കമ്മിറ്റി എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ്. സാധാരണക്കാർക്ക് ആശ്രയമാകേണ്ട ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് ആശാവഹമായ കാര്യമല്ലെന്നും ജീവനക്കാർക്ക് യാതൊരു ആനുകൂല്യവും നൽകുന്നില്ല എന്നും പ്രശാന്തനെ പോലെയുള്ള അഴിമതിക്കാർക്കും ക്രിമിനലുകൾക്കുമുള്ള താവളമായി മെഡിക്കൽ കോളേജ് മാറിയെന്നും മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി. DCC വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബ്ലാത്തൂർ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർമാരായ MB ഉണ്ണികൃഷ്ണൻ, കൊയ്യം ജനാർദ്ദനൻ, മാടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് V രാജൻ, കല്യാശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂനത്ര മോഹനൻ, രജനി രമാനന്ദ് എന്നിവർ പ്രസംഗിച്ചു. DCC ഭാരവാഹികളായ T ജയകൃഷ്ണൻ, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, അജിത് മാട്ടൂൽ, രജിത് നാറാത്ത്, നൌഷാദ് ബ്ലാത്തൂർ, നബീസ BV, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ PK സരസ്വതി, ജയരാജ് പയ്യന്നൂർ, KP ശശിധരൻ, PV സജീവൻ, P സുഗദേവൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കേരള സ്റ്റേറ്റ് നാഷണൽ ഖാദി ലേബർ യൂണിയൻ സംസ്ഥാന സമ്മേളനം പയ്യന്നൂർ AK കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് നാഷണൽ ഖാദി ലേബർ യൂണിയൻ INTUC സംസ്ഥാന സമ്മേളനം പയ്യന്നൂർ AK കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ നഗറിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ ചർക്ക എന്ന് പറയുന്ന നൂൽ നോൽക്കുന്ന ഈ സമ്പ്രദായം വേദകാലത്ത് ഇവിടെ ഉണ്ടായിരുന്നതായി മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് മൗര്യ സാമ്രാജ്യത്തിൻ്റെ കാലത്തും അതുപോലെ തന്നെ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ കാലത്തുമൊക്കെ ചർക്ക വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏറ്റവും അതിൻ്റെ പാരമ്യത്തിലെത്തിയത് മുഗൾ സാമ്രാജ്യം ഇന്ത്യ ഭരിക്കുമ്പോഴാണ്. പിന്നീട് നിങ്ങൾക്കറിയാം, ബ്രിട്ടീഷ് ഇന്ത്യയിൽ നമ്മുടെ ഇംഗ്ലണ്ടിലെ വ്യാവസായിക വിപ്ലവത്തിന് ശേഷം യന്ത്രവൽകൃതമായ ഉപകരണങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഖാദി ഗ്രാമങ്ങളിലേക്ക് ഉൾക്കൊണ്ട് വന്നത്. TV കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, കേരള ഖാദി വർക്കേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ജോസഫ് പെരുമ്പള്ളി, DCC ജനറൽ സെക്രട്ടറിമാരായ AP നാരായണൻ, MK രാജൻ, T ജനാർദ്ദനൻ, പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K ജയരാജ്, VK ഉഷ, N ഗംഗാധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാലിന്യം നിറഞ്ഞ് മാടായി പഞ്ചായത്തിലെ കോഴി ബസാർ മത്സ്യ മാർക്കറ്റിനു സമീപം റോഡരികിൽ വൻതോതിൽ മാലിന്യം തള്ളുന്നു. പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിൽ. മാടായി കോഴി ബസാർ മത്സ്യ മാർക്കറ്റിന് സമീപം ചാക്ക് കണക്കിന് മാലിന്യങ്ങളാണ് തള്ളിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വീടുകളിൽ നിന്നുള്ള മറ്റ് മാലിന്യങ്ങളുമാണ് കൂടുതലായി ഉള്ളത്. പ്രഭാത സവാരിക്ക് പോകുന്നവരും മറ്റിടങ്ങളിൽ നിന്നും ഇരുചക്ര വാഹനത്തിൽ എത്തുന്നവരുമാണ് മാലിന്യം വലിച്ചെറിയുന്നതെന്ന പരാതിയും ഉയരുന്നുണ്ട്. ഇതിന് തൊട്ടടുത്തായാണ് തോടും ഉള്ളത്. മഴക്കാലം എത്തുമ്പോൾ മാലിന്യങ്ങൾ തോടിലൂടെ ഒഴുകി പലയിടങ്ങളിലും എത്തും. ഇത് പ്രദേശത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനും കാരണമായേക്കാം. ഫോൺ, വൈദ്യുതി ബില്ലുകൾ ഉൾപ്പെടെ തള്ളിയ മാലിന്യങ്ങൾക്കൊപ്പമുണ്ട്. അധികൃതർ ഇടപെടുകയാണെങ്കിൽ തുടരെ ഇവിടെ മാലിന്യം തള്ളുന്നവരെ പിടികൂടാനാകും. സ്ഥലത്ത് നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. നമ്മളെ ഇപ്പൊ ഇവിടെ ഫുള്ളായിട്ട് വേസ്റ്റ് ഇതെല്ലാം ഇട്ടിട്ടില്ലത് മഴയെല്ലാം വരാൻ പോകുന്നു. അപ്പോൾ വൃത്തിയാക്കേണ്ട ടൈം ഇതെല്ലാം ആയി. പിന്നെ ഹരിതകർമ്മസേനയെല്ലാം ഉണ്ട്, എല്ലാ വീട്ടിലും വന്നിട്ടെല്ലാം എടുക്കുന്നുണ്ട്. എന്നിട്ടും ഇതെല്ലാം വീട്ടിലെ വേസ്റ്റാണ് കാണുന്നത്. ഇത് നമ്മളെ ഹോട്ടലിലെ ഫുഡ് കഴിച്ചതിൻ്റെ വേസ്റ്റ് ഇതെല്ലാം കാണുന്നത്. പഞ്ചായത്ത് ഇത് എങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്താണെന്ന് അറിയില്ല. ഇനി ശക്തമായിട്ട് എല്ലാവരും പ്രതികരിക്കണം. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡരികാണ് ഇത്തരത്തിൽ മാലിന്യം തള്ളാനുള്ള കേന്ദ്രമാകുന്നത്. അധികൃതർ ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. മാടായി ഗ്രാമപഞ്ചായത്ത് മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ നടപടി സ്വീകരിക്കണം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കാറിടിച്ച് മരണപ്പെട്ട KSF റിട്ടയേർഡ് സീനിയർ മാനേജർ പയ്യന്നൂർ കാറമേലിലെ മാവില മധുസൂദനന് നാടിന്റെ അന്ത്യാഞ്ജലി. വ്യാഴാഴ്ച രാത്രി 7 മണിയോടെ പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ പീരക്കാത്തടം പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം. വാഹനം നിർത്തി സുഹൃത്തിനെ കാണാൻ റോഡ് മുറിച്ചു കടക്കവേ മധുസൂദനനെ കാർ ഇടിക്കുകയായിരുന്നു. നാട്ടുകാർ ഉടൻ തന്നെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ മരണപ്പെടുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ 7 ത്രിവേണി കമ്മ്യൂണിക്കേഷൻ പരിസരത്ത് പൊതുദർശനം നടന്നു. തുടർന്ന് കാറമേലിലെ യുവശക്തി വായനശാലയിലും പിന്നീട് വീട്ടിലും നടന്ന പൊതുദർശനത്തിലും നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് P. ശശികുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അനിൽ മംഗലത്ത്, വിജയകൃഷ്ണൻ K, ദിനേശൻ MK, PDIC MD വിനീഷ് കുമാർ, പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ MD മനോജ് കുമാർ VV, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മേഖലാ ഭാരവാഹികൾ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. കാറമേലിലെ പരേതരായ KV കൃഷ്ണന്റെയും മാവില മാധവിയുടെയും മകനാണ്. ഭാര്യ ഏഴിലോട് ത്രിവേണി കമ്മ്യൂണിക്കേഷൻ ഉടമ KK സുപ്രിയ. വിശാഖ്, വിഘ്നേഷ്, ഐശ്വര്യ എന്നിവരാണ് മക്കൾ. സംസ്കാരം ഉച്ചയോടെ കാറമേലിലെ സമുദായ ശ്മശാനത്തിൽ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ, പിലാത്തറ. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഏഴോം പഞ്ചായത്തിൽ നാശനഷ്ടം. 3 ഇടങ്ങളിലായി വീടുകൾക്ക് മുകളിൽ മരം പൊട്ടിവീണ് കേടുപാടുകൾ സംഭവിച്ചു. പ്രദേശം വില്ലേജ് പഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ചു. വെള്ളിയാഴ്ച വൈകിട്ടും ശനിയാഴ്ച പുലർച്ചെയുമായി ഉണ്ടായ കാറ്റിലും മഴയിലുമാണ് ഏഴോം പഞ്ചായത്തിൽ നാശനഷ്ടം ഉണ്ടായത്. ചെങ്ങൽ കുണ്ടത്തിൻകാവിന് സമീപത്തെ തുണോളി കുഞ്ഞിരാമന്റെ വീടിന്റെ മേൽക്കൂര തെങ്ങ് വീണ് ഭാഗികമായി തകർന്നു. സംഭവം നടക്കുമ്പോൾ വീട്ടിൽ കുഞ്ഞിരാമനും ഭാര്യ K. ഭാർഗവിയും മാത്രമാണ് ഉണ്ടായത്. അടുത്തുള്ള EMS സ്മാരക വായനശാലയ്ക്ക് സമീപത്ത് മരം പൊട്ടി വീണ് കമലാക്ഷിയുടെ വീടിന് കേടുപാടുകൾ സംഭവിച്ചു. ഏഴോം പൊടിത്തടുത്ത് വിശ്വനാഥന്റെ വീടിന്റെ മുകളിലെ റൂഫിംഗ് ഷീറ്റ് തകർന്നു. പ്രദേശം വില്ലേജ് പഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ചു. നാശനഷ്ടം കണക്കാക്കി വീട്ടുകാർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് വില്ലേജ് ഓഫീസർ ME മോഹൻദാസ് പറഞ്ഞു. പലയിടങ്ങളിലായി ഇലക്ട്രിക് തൂണുകൾ തകർന്ന് വൈദ്യുതി ബന്ധവും താറുമാറായി. ഏഴോം ജില്ലയിൽ ഇന്നലെയുണ്ടായ ശക്തമായ കാറ്റില് ഏഴോം ജില്ലയിലെ അടുത്തിലയിൽ EMS സ്മാരക വായനശാലയ്ക്കടുത്തുള്ള കമലാക്ഷി ശാരദ എന്നവരുടെ വീടിന് തൊട്ടടുത്തൊരു പ്ലാവ് വീണിട്ട് ഒരു ചെറിയൊരു കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൊടിത്തടം എന്ന സ്ഥലത്ത് പരേതനായ വിശ്വൻ എന്നവരുടെ വീട്ടിൻ്റെ മുകളിൽ ഭാഗിക ഷീറ്റ് പൊട്ടി തകർന്ന് കാറ്റിന് ശക്തമായ കാറ്റിൽ തകർന്ന് തകിടം മറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചെങ്ങൽ തുണോളി കുഞ്ഞിരാമൻ എന്നവരുടെ വീടിന് ഇന്നലെ ഒരു അടുത്ത് മുമ്പിൽ നിൽക്കുന്ന ഒരു തെങ്ങ് വീണിട്ട് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ 3 കേസിലും റിപ്പോർട്ട് അവരുടെ അപേക്ഷ സ്വീകരിച്ചിട്ട് പഞ്ചായത്ത് എഞ്ചിനീയറുടെ റിപ്പോർട്ട് വിവര റിപ്പോർട്ടും കൂടെ ശേഖരിച്ച് അത്രയും പെട്ടെന്ന് തന്നെ പയ്യന്നൂർ താത്താർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ശക്തമായ കാറ്റിലും മഴയിലും പഴയങ്ങാടി താവത്ത് ആൽമരം പൊട്ടിവീണു. വൈദ്യുതി തൂണുകളും തകർന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സംഭവം. വെള്ളിയാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. താവം വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിന് സമീപത്തെ ആൽമരം പൊട്ടി വൈദ്യുതി ലൈനിന് മുകളിൽ വീണു. 2 ഇലക്ട്രിക് തൂണുകളും തകർന്നിട്ടുണ്ട്. പ്രദേശത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും ഇല്ലാതായി. ആൽമരം പൊട്ടി റോഡിനു കുറുകെ വീണതിനാൽ താൽക്കാലികമായി ഇതുവഴിയുള്ള ഗതാഗതവും നിലച്ചു. നാട്ടുകാർ ചേർന്ന് ഏറെ പരിശ്രമത്തിനൊടുവിലാണ് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള ജേർണലിസ്റ്റ് യൂണിയൻ KJU കണ്ണൂർ ജില്ലാ കമ്മിറ്റി പയ്യന്നൂരിൽ മാധ്യമ സ്വാതന്ത്ര്യ ദിനാചരണവും മാധ്യമ സെമിനാറും സംഘടിപ്പിച്ചു. പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പയ്യന്നൂരിൽ മാധ്യമ സ്വാതന്ത്ര്യ ദിനാചരണവും മാധ്യമ സെമിനാറും സംഘടിപ്പിച്ചു. പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ചരിത്രം നമ്മൾ പങ്കുവെക്കുകയും അതിൻ്റെ ഒരു പിൻതലമുറയായി കേരളത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തെയും ഒക്കെ കാണുന്നവരാണ്. വാർത്താ
വാർത്തകളുടെ സത്യസന്ധമായ രൂപത്തിലൂടെ ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക, വളച്ചൊടിച്ച വാർത്തകളെക്കുറിച്ച്. അതുകൊണ്ടാണ് ചില ഘട്ടങ്ങളിലെങ്കിലും അത്തരത്തിലുള്ള വളച്ചൊടിച്ച മാധ്യമങ്ങൾ, അതിൽ വാർത്തകൾ വരുന്നതോടുകൂടിയാണ് ഈ മാപ്ര എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ പുതുതായിട്ട് വരികയുണ്ടായി. പക്ഷേ അതൊന്നുമായി പറഞ്ഞു, ഞാൻ അതിൻ്റെ മറ്റു തലങ്ങളിലേക്ക് പോയില്ല. വാർത്തകൾ വളച്ചൊടിക്കാതെ ജനങ്ങളിലെ മുന്നിലേക്ക് അവതരിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ വളച്ചൊടിക്കാതെ അവതരിപ്പിക്കപ്പെടുന്ന വാർത്തകൾ അത് സത്യസന്ധമായി അവതരിപ്പിക്കുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള കടന്നുകയറ്റമാകുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒറ്റക്കെട്ടായി തന്നെ പ്രതിരോധിക്കപ്പെടേണ്ടതുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സാജു ചെമ്പേരി അധ്യക്ഷത വഹിച്ചു. ഗദ്ദിക പത്രാധിപരും KJU-വിന്റെ ജില്ലയിലെ സ്ഥാപക നേതാവുമായ VK രവീന്ദ്രൻ മാധ്യമ സ്വാതന്ത്ര്യം അന്നും ഇന്നും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രകാശൻ പയ്യന്നൂർ, ജില്ലാ സെക്രട്ടറി C പ്രകാശൻ, വൈസ് പ്രസിഡന്റ് K രഞ്ജിത്ത്, പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് PS സന്തോഷ് എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് ഇന്ത്യൻ ട്രൂത്ത് പബ്ലിക്കേഷൻ സംസ്ഥാന അച്ചടി മാധ്യമ പുരസ്കാരം നേടിയ C പ്രകാശൻ, ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് സ്മാരക പ്രാദേശിക പത്രപ്രവർത്തക അവാർഡ് നേടിയ AV ഗിരീശൻ എന്നിവരെ MLA ഉപഹാരം നൽകി ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കൊക്കാനിശ്ശേരി മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടന്നുവന്ന അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം സമാപിച്ചു. ക്ഷേത്രം തന്ത്രി അബ്ലി വടക്കേയിലത്ത് ശങ്കരവാദ്യ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പയ്യന്നൂർ കൊക്കാനിശ്ശേരി മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടന്നുവന്ന അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം സമാപിച്ചു. സമാപന ദിവസമായ ശനിയാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, പ്രായശ്ചിത്ത ശാന്തിഹോമ കലശാഭിഷേകങ്ങൾ, തത്വകലശാഭിഷേകം, പരികലശാഭിഷേകം, കുംഭേശ ബ്രഹ്മകലശാഭിഷേകം, മഹാപൂജ, അവസ്രാവ പ്രോക്ഷണം, ശ്രീഭൂതബലി, മന്ത്രാക്ഷതം തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. നിരവധി ഭക്തജനങ്ങൾ അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിൽ പങ്കാളികളായി. ക്ഷേത്രം തന്ത്രി അബ്ലി വടക്കേയിലത്ത് ശങ്കരവാദ്യൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPM നേതാവായിരുന്ന K കൃഷ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കൂക്കാനം വായനശാല പരിസരത്ത് നടന്ന പരിപാടി TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കൂക്കാനം AKG സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ CPIM നേതാവായിരുന്ന K കൃഷ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കൂക്കാനം വായനശാല പരിസരത്ത് നടന്ന പരിപാടി TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. അവരെല്ലാവരും ഞാനിപ്പോൾ ഓർമ്മിക്കുന്നുണ്ട്. മഴക്കാലത്തിന്റെ അവസാന ഘട്ടത്തിലാണ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു. അത് ഞങ്ങളുടെയൊക്കെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. എൻ്റെ ഇവരുടെ അനുഭവ സമ്പത്ത്, ഇവരുടെ പ്രവർത്തന രംഗത്ത് അവർ കാണിക്കുന്ന ആത്മാർത്ഥത, അതെല്ലാം നമ്മുടെ പ്രസ്ഥാനത്തിന് പൊതുവിൽ മുതൽക്കൂട്ടാവുന്ന രീതിയിൽ അവരെ ഒരു ഉയർന്ന കമ്മിറ്റി കൂടി അവരെ പരിഗണിക്കണം. ആ പരിഗണനയ്ക്കുള്ളൊരു പാർട്ടി നൽകിയപ്പോഴാണ് മാടക്ക കുഞ്ഞിരാമൻ്റെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയായിട്ട് പ്രവർത്തിച്ചത്. ആ വഴിയിൽ തന്നെയായിരുന്നു കൊന്നപ്പള്ളി. ചടങ്ങിൽ M ശശിമോഹനൻ അധ്യക്ഷത വഹിച്ചു. TV നാരായണൻ മാസ്റ്റർ, M രഞ്ജിത്ത്, P രമേശൻ, TV രാജൻ, ശ്രീയേഷ്, TP രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ജനകീയ കൂട്ടായ്മയിൽ ഒരുങ്ങിയ കണ്ടോത്ത് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം വോളിബോൾ കോർട്ട് ക്ഷേത്രം മന്ദിത്തിരിയൻ കരുണാകരനും ക്ഷേത്രീശന്മാരും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നാടിന് സമർപ്പിച്ചു. കണ്ടോത്ത് ഇലഞ്ഞിത്തറ ഫ്രണ്ട്സ് രണ്ടാമത് ഉത്തരമേഖല വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായാണ് കണ്ടോത്ത് ക്ഷേത്ര പരിസരത്ത് ജനകീയ പങ്കാളിത്തത്തോടുകൂടി ആധുനിക രീതിയിലുള്ള വോളിബോൾ മൈതാനം തയ്യാറാക്കിയത്. പുതിയ വോളിബോൾ കോർട്ടിൽ ഫ്ലഡ് ലൈറ്റ് സൗകര്യവും സ്ഥിരമായി ഉണ്ടായിരിക്കുന്നതാണ്. രണ്ടാമത് ഉത്തരമേഖല വോളിബോൾ മത്സരത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടന്ന ചടങ്ങിൽ ക്ഷേത്രം അന്തിത്തിരിയൻ കരുണാകരൻ,
ക്ഷേത്രം സ്ഥാനികർ, കൂട്ടായിക്കാർ, സമുദായക്കാർ, സംഘാടക സമിതി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. വോളിബോൾ ടൂർണമെന്റിന് ശേഷം കോർട്ട് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ടോത്ത് ഇലഞ്ഞിത്തറ ഫ്രണ്ട്സ് സംഘടിപ്പിക്കുന്ന ഉത്തരമേഖലാ വോളിക്ക് തുടക്കമായി. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. കണ്ടോത്ത് ഇലഞ്ഞിത്തറ ഫ്രണ്ട്സ് ആതിഥ്യമരുളുന്ന ഉത്തരമേഖലാ വോളിക്ക് തുടക്കമായി. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. മത്സരം ഉദ്ഘാടനം ചെയ്തു. ഉത്തരമേഖലാ വോളി സംഘടിപ്പിക്കുമ്പോൾ ഞാൻ അതിൽ പങ്കെടുക്കുന്ന ടീമുകളെ നോക്കിയപ്പോൾ കണ്ടോത്തുള്ള ഒരു ടീമിന്റെ പേര് പോയി പ്രതീക്ഷിച്ചിട്ടുണ്ട്. കുറെ ആളുകൾ നിൽക്കുന്നു. കണ്ടോത്തിൽ ഇപ്പോൾ ഒരു ടീമില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ഒരു കളിക്കാരില്ലാത്ത അൻപതിനാണ് ടീമിലൂടെ വരുന്നത്. SN കണ്ടോട്ട് എന്ന ചുരുക്കപ്പേര് അറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ഓർമ്മ തുടിക്കുന്ന വായനശാല വഴിയുണ്ട്. ഈ ക്ലബ്ബ് കണ്ണൂർ ജില്ല മാത്രമല്ല കേരളം മുഴുവനും അറിഞ്ഞിട്ടുള്ള ഏറ്റവും പ്രതിഭാശാലികളായിട്ടുള്ള അതെല്ലാം നമ്മുടെ നാട്ടുകാർ തന്നെയായിരുന്നു. ഇന്നത്തെ പോലെ മറ്റു പലയിടങ്ങളിൽ നിന്നും കായിക താരങ്ങളെ കൊണ്ടുവന്ന് കളിപ്പിക്കുന്ന ശീലം ആയിരുന്നില്ല. ഇവിടെ തന്നെ ഉള്ളവരാണ് എല്ലാ രംഗത്തും തിളങ്ങി നിന്നിട്ടുള്ള താരങ്ങൾ. അവരെല്ലാം ഞാൻ ശങ്കരമാഷ പോയിട്ട് എപ്പോഴും പറയാറുണ്ട്, മാഷയുടെ സർവീസ് കാണുക എന്ന് പറയുന്നത് വളരെ സുന്ദരമായിട്ടൊരു കാഴ്ചയാണ്. ആകാശകാലിനെ തിരിഞ്ഞ് പോയി ഇപ്പോഴത്തെ കോർട്ടിൽ കളിക്കാരെ ദേവരാളി നടത്തുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ സർവീസും. വി കെ ശശികുമാർ അധ്യക്ഷത വഹിച്ചു. വിവേക് കമലാക്ഷൻ, സാംബ്രസ് മനോഹർ, സി ദാമോദരൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചന്ദ്രിക, ഇക്ബാൽ പോപ്പുലർ, കെ പവിത്രൻ, കെ ജയരാജ്, അഡ്വക്കേറ്റ് കെ ശ്രീധരൻ, ശശി മാസ്റ്റർ, TV സുജിത്ത് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നവാഗതനായ AR വാടിക്കൽ സംവിധാനം ചെയ്ത സിനിമ മദർ മേരി നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്നു. മഷ്റൂം വിഷ്വൽ മീഡിയയാണ് സിനിമ നിർമ്മിച്ചത്. മഷ്റൂം വിഷ്വൽ മീഡിയ നിർമ്മിച്ച് നവാഗതനായ AR വാടിക്കൽ സംവിധാനം ചെയ്ത മദർ മേരി കേരളത്തിലുടനീളം നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്നു. വിജയ് ബാബു പ്രധാന കഥാപാത്രമായും ലാലി PM ടൈറ്റിൽ കഥാപാത്രവുമാകുന്ന ഈ ചിത്രം ഒരു അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥയാണ് പറയുന്നത്. പയ്യന്നൂർ അർച്ചനയിലും കാഞ്ഞങ്ങാട് വിനായകയിലും പ്രദർശനം നടക്കുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. ലോകത്ത് എല്ലാവരും കാണേണ്ട ഒരു പടം തന്നെ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രായമായവർക്ക് ആ ഒറ്റപ്പെടലിൻ്റെ വേദന, അതിലൂടെ വരുന്ന ഈ ഒരു ഓർമ്മക്കുറവ്, ഇത് ഒരുപാട് വീടുകൾ അനുഭവിക്കുന്നതാണ്. ഫാമിലി പടം സൂപ്പർ. അടിപൊളി പടം, സൂപ്പർ, മസ്റ്റ് വാച്ചാണ്, എല്ലാവരും കാണണം. അടിപൊളി സിനിമയാണ്. നല്ലൊരു സിനിമയായിട്ടെടുത്തു. കുടുംബസമേതം കാണാൻ പറ്റിയൊരു സിനിമയാണ്. പിന്നെ ഒരു നവസംവിധായകൻ്റെ 4 വർഷത്തെ പ്രയത്നമല്ലേ, അത് എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ അല്ലേ? ഒരു പുതിയ സംവിധായകനല്ലേ. നല്ല പടം അടിപൊളിയാണ്. എല്ലാവരും ഇന്ന് അഭിമാനിക്കുന്ന ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒരു അവസ്ഥ. നല്ല അടിപൊളി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വഴിയോരങ്ങളിലും വീടുകൾക്ക് മുന്നിലും ചെഞ്ചായം അണിഞ്ഞ് പൂത്തലഞ്ഞു നിൽക്കുന്ന ഗുൽമോഹർ മെയ് മാസത്തിലെ നയനമനോഹര കാഴ്ചയാണ്. മെയ് മാസ പൂക്കൾ എന്ന് വിളിപ്പേരുള്ള ഗുൽമോഹർ ഏപ്രിൽ ആദ്യവാരം മുതലാണ് പൂത്തു തുടങ്ങുന്നത്. തണൽമരമായി നട്ടുപിടിപ്പിക്കുന്ന ഗുൽമോഹർ കേരളത്തിന്റെ വഴിയോരങ്ങളിൽ പൂവണിഞ്ഞു നിൽക്കുന്ന കാഴ്ച മനോഹരമാണ്. പാതയോരങ്ങളിലെ മരങ്ങളിൽ കുലകുലയായി പൂത്തുനിൽക്കുന്ന ചുവന്ന പൂക്കൾ ഏറെ ആകർഷകമാണ്. ചില വർഷങ്ങളിൽ പൂവിടുന്നത് നേരത്തെയും മെയ് മാസത്തിന് ശേഷവും ആകാറുണ്ട്. പൂക്കൾ പൊഴിഞ്ഞ് വഴിയോരങ്ങളിൽ വർണ്ണാഭ നൽകാറുമുണ്ട്. ഡിലോണിക്സ് റെജിയ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഗുൽമോഹറിനെ ഇംഗ്ലീഷിൽ പോയിൻസിയന എന്നാണ് വിളിക്കാറ്. മദിരാശി മരം എന്നും പേരുണ്ട്. തണ്ടിന് നല്ല ബലമില്ലാത്തതുകൊണ്ട് മഴക്കാലത്ത് ശാഖകൾ ഒടിഞ്ഞു വീണ യാത്രാ പ്രശ്നങ്ങളും
ഗുൽമോഹർ വരുത്തിവെക്കാറുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങളുടെ പയ്യന്നൂർ ക്ലസ്റ്റർ തല മത്സരം അരങ്ങ് 2025 സ്റ്റേജ് ഇതര മത്സരങ്ങൾ പിലാത്തറ UP സ്കൂളിൽ വെച്ച് നടന്നു. നിരവധി പേർ മത്സരങ്ങളിൽ പങ്കെടുത്തു. കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങളുടെ പയ്യന്നൂർ ക്ലസ്റ്റർ തല മത്സരം അരങ്ങ് 2025 സ്റ്റേജ് ഇതര മത്സരങ്ങൾ പിലാത്തറ UP സ്കൂളിൽ നടന്നു. 15 CDSകളിൽ നിന്ന് 400-ൽ പരം മത്സരാർത്ഥികൾ പങ്കെടുത്തു. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി കഥ, കവിതാ രചന, ചിത്രരചന, കൊളാഷ്, കാർട്ടൂൺ ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. സ്റ്റേജ് മത്സരങ്ങൾ മെയ് 6-7 തീയതികളിൽ ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. കുടുംബശ്രീയുടെ സർഗോത്സവമായ അരങ്ങ് 2025 വിവിധങ്ങളായ മത്സരങ്ങൾ നടന്നു വരികയാണ്. CDS തലം, അതുപോലെ തന്നെ ക്ലസ്റ്റർ തലം, ജില്ലാതലം, സംസ്ഥാന തല മത്സരങ്ങൾ നടന്നു വരികയാണ്. അതിൻ്റെ മുന്നോടിയായി പയ്യന്നൂർ ക്ലസ്റ്റർ തല അരങ്ങ് 6-7 തീയതികളിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുതായം വെച്ചും അതിൻ്റെ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ പിലാത്തറ UP സ്കൂളിൽ വെച്ചും ഇന്ന് നടക്കുകയാണ്. ഇന്ന് നടക്കുന്നത് രചനാ മത്സരങ്ങളും അതുപോലെ തന്നെ ചിത്രരചന, ജലച്ചായം, കവിതാ രചന അങ്ങനത്തെ മത്സരങ്ങൾ ഇവിടെ നടന്നു വരികയാണ്. അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ മത്സരങ്ങളുമാണ് ഇന്നിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി സ്റ്റേജ് മത്സരങ്ങളൊക്കെ 6-7 തീയതികളിൽ നമുക്ക് നടക്കാൻ പോകുന്നതാണുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാടായി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന മാടായി മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. പയ്യന്നൂർ തഹസിൽദാർ P. മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. മാടായി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന മാടായി മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം പയ്യന്നൂർ തഹസിൽദാർ P. മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മോഹനൻ കക്കോപ്രവൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ശ്രീജ P, MB ഉണ്ണികൃഷ്ണൻ, SKP സഖറിയ, മുനീർ A എന്നിവർ സംസാരിച്ചു. നാടൻ പാട്ട് പാലസ്തീൻ കോമാളി എന്ന നാടകവും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കൊച്ചിയിലെ ഒലിവ് ഡൗൺ ടൗൺ ഹോട്ടലിൽ നടന്ന ഗ്രാൻഡ് ഫിനാലയിൽ മിസ് യൂണിവേഴ്സ് കേരള 2025 കിരീടം നേടി ഐശ്വര്യ ശ്രീനിവാസൻ. എരമം ഓറോൺ സ്വദേശിനിയാണ് ഐശ്വര്യ. കൊച്ചിയിലെ ഒലിവ് ഡൗൺ ടൗൺ ഹോട്ടലിൽ നടന്ന ഗ്രാൻഡ് ഫിനാലയിൽ മിസ് യൂണിവേഴ്സ് കേരള 2025 കിരീടം നേടി ഐശ്വര്യ ശ്രീനിവാസൻ. എരമം ഓറോണ്ട് സ്വദേശിനിയാണ് ഐശ്വര്യ. മിസ് യൂണിവേഴ്സ് ഇന്ത്യയുടെ സംസ്ഥാനതല പരിപാടിയായി 3 സെക്കൻഡ് ഗ്രൂപ്പ് അണ്ടർ സ്റ്റേറ്റ് ഡയറക്ടർ ഡോണ ജെയിംസ് സുകുമാരിയും നാഷണൽ ഡയറക്ടർ നിഖിൽ ആനന്ദ് എന്നിവർ ചേർന്നാണ് ഇവന്റ് സംഘടിപ്പിച്ചത്. മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 റിയ സ്നിഹ, മിസ് യൂണിവേഴ്സ് ഇന്ത്യയുടെ ഡയറക്ടർ ഓഫ് ഫ്രാഞ്ചൈസി ഓപ്പറേഷൻസ് അംജദ് ഖാൻ, നടി പാരിസ് ലക്ഷ്മി, മിസ് യൂണിവേഴ്സ് കേരള 2024 അക്സ വർഗീസ്, അതിഥികളായ നടി മല്ലിക സുകുമാരൻ, പുട്ട വിമലാദിത്യ IPS എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തെ പ്രതിനിധീകരിച്ച് ദേശീയതലത്തിൽ മത്സരിക്കാൻ ഐശ്വര്യ യോഗ്യത നേടി. കേരളത്തിലെ യുവതലമുറയെ സ്വപ്നങ്ങളിലേക്ക് പ്രചോദിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഈ വിജയം തനിക്ക് അനുഭവപ്പെടുന്നതെന്ന് ഐശ്വര്യ പറയുന്നു. ചെറുപ്പം തൊട്ടേ എൻ്റെ പേര് ഐശ്വര്യ ആയതുകൊണ്ട് ചെറുപ്പം തൊട്ടേ എല്ലാവരും പേര് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുക ഐശ്വര്യ റായി ആണോ, അങ്ങനെ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഈ ഒരു നെയിം ഐശ്വര്യ റായി എപ്പോഴും ചെറുപ്പം തൊട്ടേ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ സ്റ്റക്കായിരുന്നു. പിന്നെ അമ്മയാണ് പറഞ്ഞു തന്നെ ഇങ്ങനെ മിസ് വേൾഡ് ആണ് എന്നൊക്കെ. പിന്നെ ഞാൻ പാജൻസ് കാണുന്നത് 9th 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ അതിൻ്റെ ലൈവ് ടെലികാസ്റ്റ് കണ്ട് അന്നോട്ട് എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ കോളേജിൽ ഉണ്ടായപ്പോഴാണ് 2019 ഫസ്റ്റ് ആയിട്ട് ഞാനൊരു പാജൻറ്റിന് പോകുന്നത്, മിസ് കേരള. അതിനുശേഷം എന്തായാലും ഒരു നാഷണൽ ലെവൽ പാജൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഈ വർഷം മിസ് യൂണിവേഴ്സ് കേരള പാർട്ടിസിപ്പേറ്റ് ചെയ്തു ആൻഡ് ക്രൗണ് ജയിച്ചു. ഈ 27th ഏപ്രിലാണ് കൊച്ചി വെച്ചായിരുന്നു കോമ്പറ്റീഷൻ നടന്നത്. 28 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതിൽ ക്രൗണ് ജയിക്കാൻ പറ്റി. ഇനി നാഷണൽ ലെവലിൽ മിസ് യൂണിവേഴ്സ് ഇന്ത്യയിൽ ഞാൻ കേരളനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. BSc ഓണേഴ്സ് അഗ്രികൾച്ചറൽ കഴിഞ്ഞ ഐശ്വര്യ ഇപ്പോൾ മോഡലിംഗ്, ആക്ടിംഗ്, കണ്ടന്റ് ക്രിയേറ്റർ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. പിതാവ് റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ ശ്രീനിവാസൻ KN, മാതാവ് സതി RK എറണാകുളത്ത് നഴ്സിംഗ് സൂപ്രണ്ടാണ്. സഹോദരി ഡോക്ടർ അശ്വിനി ശ്രീനിവാസൻ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ ശ്രീ മഹാശിവക്ഷേത്രം ശ്രീകോവിൽ മേൽക്കൂര പുനരുദ്ധാരണവും ബ്രഹ്മകലശ മഹോത്സവവും പരിപാടികൾക്ക് തുടക്കമായി. കലാസാംസ്കാരിക പരിപാടികൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു.
കരിവള്ളൂർ ശ്രീ മഹാശിവക്ഷേത്രം ശ്രീകോവിൽ മേൽക്കൂര പുനരുദ്ധാരണവും ബ്രഹ്മകലശ മഹോത്സവവും പരിപാടികൾക്ക് തുടക്കമായി. കലാ സാംസ്കാരിക പരിപാടികൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ബ്രഹ്മജ്ഞാനമില്ലാത്ത ബ്രാഹ്മണന്മാർ കേരളത്തിൽ കുറവായിരുന്നൊരു കാലത്ത് പരശുരാമൻ ഏതാണ്ട് 100ഓളം ബ്രഹ്മജ്ഞാനമുള്ള ബ്രാഹ്മണന്മാരെ കൊണ്ടുവന്ന് കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. ആ ബ്രാഹ്മണ സമൂഹമാണ് ഇന്ന് കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലെയും തന്ത്രിമാരായി പ്രവർത്തിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരു ഗവൺമെന്റ് ഉണ്ട്, സംസ്ഥാന ഗവൺമെന്റ്. ദേവസ്വം ബോർഡുകളുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട്, കൊച്ചിൻ ദേവസ്വം ബോർഡുണ്ട്, ഗുരുവായൂർ ദേവസ്വം ബോർഡുണ്ട്, മലബാർ ദേവസ്വം ബോർഡുണ്ട്. ഈ ബോർഡുകളൊക്കെ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ അമ്പലങ്ങളിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് അല്ല, ദേവസ്വം ബോർഡുകളല്ല. അതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം പരമ്പരാഗതമായി തന്ത്രിമാർക്കാണ്. തന്ത്രിമാരാണ് ഓരോ ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തീരുമാനിക്കുന്നത്. ക്ഷേത്രാചാരങ്ങൾ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ തിരുത്താനാവില്ലെന്നും അത് തന്ത്രിയാണ് തീരുമാനിക്കേണ്ടതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ക്ഷേത്ര പരിസരത്താണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ TI മധുസൂദനൻ MLA അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു, PV കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, K ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, K ജയരാജ്, EK നമ്പ്യാർ, K ഗോവിന്ദൻ നമ്പി, PV സുകുമാരൻ, P ശശിധരൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കരോക്കെ ഗാനമേള അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കാൽനൂറ്റാണ്ടോളം പിഞ്ചോമനകളെ ചേർത്ത് പിടിച്ച ഉദിനൂർ തെക്കുംപുറം അംഗനവാടിയിലെ ഹെൽപ്പർ K വത്സലക്ക് നൽകിയ യാത്രയയപ്പും വാർഷികാഘോഷവും ഒരു ഗ്രാമത്തിന്റെ ഒത്തുചേരലായി മാറി. സൗഹൃദ സദ്യയും കുരുന്നുകളുടെയും കൗമാരപ്രായക്കാരുടെയും രക്ഷിതാക്കളുടെയും നൃത്തങ്ങൾ ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും വാർഷികാഘോഷ ഭാഗമായി അരങ്ങേറി. ഉദിനൂർ തെക്കുപുറം അങ്കണവാടിയിൽ നിന്നും വിരമിക്കുന്ന ഹെൽപ്പർ K വത്സലയ്ക്ക് നാട് ഒരുമിച്ചു ചേർന്നാണ് യാത്രയയപ്പ് നൽകിയത്. അങ്കണവാടി വാർഷികാഘോഷ ഭാഗമായി 2 ദിവസങ്ങളിലായി അങ്കണവാടി കുട്ടികൾ, കൗമാരക്കാർ, രക്ഷിതാക്കൾ എന്നിവർക്ക് വിവിധ കലാകായിക മേളകളും സൗഹൃദ സദ്യ വിളമ്പലും നടന്നു. വാർഷികാഘോഷ ഭാഗമായി അങ്കണവാടി പരിസരത്തൊരുക്കിയ ഓഡിറ്റോറിയത്തിൽ സമാപന സമ്മേളനം പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല രീതിയിലുള്ള ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. അങ്കണവാടി കുട്ടികൾക്ക് ആവശ്യമായ രൂപത്തിലുള്ള അവരുടെ അങ്കണവാടിയിലെ കുട്ടികൾക്കുള്ള പാത്രങ്ങൾ, ആവി ഭക്ഷണം ഉണ്ടാക്കാനുള്ള ആവി പാത്രങ്ങൾ, ജ്യൂസ് മെഷീൻ, അതേപോലെ തന്നെ കുട്ടികളെ തൂക്കാനുള്ള വെയിങ് മെഷീൻ എല്ലാം കഴിഞ്ഞ മാസം നമ്മൾ നൽകുകയുണ്ടായി. നല്ല ശുദ്ധജലം അവർ ഉപയോഗിക്കുന്നതിന് വേണ്ടി നല്ല രീതിയിലുള്ള ഫിൽട്ടർ സൗകര്യം എല്ലാ അംഗനവാടികളിലും ഏർപ്പെടുത്തി. അംഗനവാടികളിലെല്ലാം മൈന്റനൻസ് വർക്ക് കൃത്യമായി പഞ്ചായത്ത് നടത്തി വരികയാണ്. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PV അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലയിലെ മികച്ച ICDS സൂപ്പർവൈസറായി തിരഞ്ഞെടുത്ത വളവറിയിലെ M ലൈല, ഭാരത് ഭവൻ നെടുമുടി വേണു പുരസ്കാരം നേടിയ ഉദിനൂർ ബാലഗോപാലൻ, മികച്ച ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തകനുള്ള കൊച്ചി മൂവി അഡ്മറേഴ്സ് സംസ്ഥാന പുരസ്കാരം നേടിയ AG കമറുദ്ദീൻ, സർവീസിൽ നിന്ന് വിരമിച്ച പടന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശൻ ചന്ദേര എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തെക്കുപുറം അങ്കണവാടി വർക്കർ KV ശൈലജ, TP സുജിത്ത്, നങ്ങാരത്ത് മൊയ്തു, KP നാരായണൻ, TK ഇന്ദിര, AK രമ്യ എന്നിവർ സംസാരിച്ചു. ഹെൽപ്പർ K വത്സല ഉൾപ്പെടെ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന T ഗോവിന്ദൻ ഓൾ ഇന്ത്യ വോളി 2025 ഗ്രൗണ്ട് നിർമ്മാണോദ്ഘാടനം നടന്നു. മെയ് 12 മുതൽ 18 വരെ പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കുന്ന ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന T ഗോവിന്ദൻ അഖിലേന്ത്യാ വോളി 2025 മെയ് 12 മുതൽ 18 വരെ പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കുന്ന ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്ത്യയിലെ പ്രമുഖ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. മത്സരത്തിന്റെ ഗ്രൗണ്ട് നിർമ്മാണോദ്ഘാടനം V ശങ്കരൻ മാസ്റ്റർ, പ്രൊഫസർ KV ദേവസ്യ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പ്രൊഫസർ രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. KV ശശിധരൻ, ജനാർദ്ദനൻ രാമന്തള്ളി, T ബാലചന്ദ്രൻ, C സുന്ദരൻ, പ്രദീപൻ PP, P ഗംഗാധരൻ, സുകുമാരൻ NV, രാജേഷ് കുറ്റിയാട്ട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ചെറുതാഴം പഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി സഹായോപകരണം വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം പഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി സഹായ ഉപകരണം വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 2 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് വയോജനങ്ങളെയും അതുപോലെ ഭിന്നശേഷി വിഭാഗത്തെയും ചേർത്ത് പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇവർക്ക് ക്യാമ്പ് നടത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളാണ് ഇന്നിവിടെ വിതരണം ചെയ്യുന്നത്. ഈ വിതരണത്തിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായി നിങ്ങളെല്ലാം അനുഭവത്തോടു കൂടി വളരെ സന്തോഷത്തോടു കൂടി നിർവഹിക്കുകയാണ്. ചടങ്ങിൽ പി രോഹിണി അധ്യക്ഷത വഹിച്ചു. MD സബിത, മാത്രാടൻ കുഞ്ഞിക്കണ്ണൻ, ICDS സൂപ്പർവൈസർ ഫാത്തിമത്ത് സുഹ്ര തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കണ്ണപുരം കിഴക്കേക്കാവ് പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവത്തിന് ഭക്തജന തിരക്കേറി. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. കണ്ണപുരം കിഴക്കേക്കാവ് പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി പുലിയൂര് കണ്ണൻ ദൈവം, നെടുബാലിയൻ, ചുഴലി ഭഗവതി തുടങ്ങിയ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. ഉത്സവത്തിന്റെ ഭാഗമായി മെയ് 3-നും 4-നും അന്നദാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മെയ് 4-ന് ഉത്സവം സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സോക്കർ സൂപ്പർ കപ്പ് 2025 സോക്കർ മൈതാനിയിലെ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. വെള്ളിയാഴ്ച രാത്രി നടന്ന 2ാം സെമി ഫൈനൽ മത്സരത്തിൽ ബിസ്മില്ല എട്ടിക്കുളത്തെ എതിരില്ലാതെ 1 ഗോളിന് തോൽപ്പിച്ച് മുസാഫിർ FC രാമന്തളി ഫൈനലിലെത്തി. കുന്നൂർ സോക്കർ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന വിന്നേഴ്സിനുള്ള വേലിയാട്ട് കുഞ്ഞമ്പു സ്മാരക ട്രോഫിക്കും റണ്ണേഴ്സിനുള്ള മന്യത്ത് ബിജു സ്മാരക ട്രോഫിക്കും KSC ദുബായ് യൂണിറ്റ് ഏർപ്പെടുത്തിയ 1 ലക്ഷം രൂപ പ്രൈസ് മണിക്കും വേണ്ടിയുള്ള 1ാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സോക്കർ സൂപ്പർ കപ്പ് 2025 സോക്കർ മൈതാനിയിലെ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. വെള്ളിയാഴ്ച രാത്രി നടന്ന 2ാം സെമി ഫൈനലിൽ ബിസ്മില്ല എട്ടിക്കുളത്തെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ച് മുസാഫിർ FC രാമന്തളി ഫൈനലിലെത്തി. സോക്കർ ക്ലബ്ബ് മുൻ പ്രസിഡന്റ് K കൃഷ്ണൻ, മുൻ സെക്രട്ടറി PP അശോകൻ എന്നിവർ കളിക്കാരെ പരിചയപ്പെട്ടു. ഹീറോ ഓഫ് ദ മാച്ചിനുള്ള പുരസ്കാരം മുസാഫിർ FC രാമന്തളിയുടെ റിസ്വാൻ അലി സോക്കർ ക്ലബ്ബ് മുൻ സെക്രട്ടറി PP അശോകനിൽ നിന്നും ഏറ്റുവാങ്ങി. ഞായറാഴ്ച രാത്രി നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ മുസാഫിർ FC രാമന്തളി 3-13 കോരൻ പീടികയുമായി ഏറ്റുമുട്ടും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ശ്രീ കാവുമ്പായി ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് പെരുമ്പാൽ ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്നുള്ള കലവറ ഘോഷയാത്രയോടെ തുടക്കം കുറിച്ചു. 2025 മെയ് 2 മുതൽ 5 വരെ കളിയാട്ടം നടക്കും. മെയ് 3-ന് പ്രതിഷ്ഠാദന ചടങ്ങുകൾ നടക്കും. ശ്രീ കാവുമ്പായി ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് പെരുമ്പാ ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്നുള്ള കലവറ ഘോഷയാത്രയോടെ തുടക്കം കുറിച്ചു. 2025 മെയ് 2 മുതൽ 5 വരെയാണ് കളിയാട്ടം നടക്കുക. മെയ് 3-ന് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടക്കും. വൈകുന്നേരം 7 മണിക്ക് നാട്ടുകാരുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. മെയ് 4-ന് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എഴുന്നള്ളിക്കും. 6 മണിക്ക് നടക്കുന്ന ദീപാരാധനയും തുടർന്ന് സന്ധ്യാവേലയും രാത്രി 9 മണിക്ക് ധർമ്മദൈവത്തിന്റെ പുറപ്പാടുമുണ്ടാകും. തുടർന്ന് വിഷ്ണുമൂർത്തിയുടെ തോറ്റം അരങ്ങിലെത്തും. രാത്രി 10 മണിക്ക് അപൂർവൻ ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന മാരണഗുളികൻ, മാരണപ്പൊട്ടൻ എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടിക്കും. രാത്രി 12 മണിക്ക് മാടായി ഗുരുക്കളുടെ തിരുപ്പുറപ്പാട്. മെയ് 5-ന് രാവിലെ ഈറ്റുമൂർത്തി, കാലിച്ചാൻ, പുലിച്ചാമുണ്ടി, ഉഗ്രമൂർത്തിയായ കരിഞ്ചാമുണ്ടി, വിഷ്ണുമൂർത്തി എന്നീ തെയ്യക്കോലങ്ങൾ പുറപ്പെടും.
3 മണിക്ക് ഐശ്വര്യദായിനിയും അന്നപൂർണേശ്വരിയുമായ ശ്രീ കാവുമ്പായി ഭഗവതിയുടെ തിരുപ്പുറപ്പാട്. തുടർന്ന് 5 മണിക്ക് തെയ്യങ്ങളുടെ കൂടിയാട്ടവും സമാപനവും നടക്കും. ഉത്സവ ദിവസങ്ങളിലെല്ലാം തന്നെ അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എടനാട് മാത്രാടൻ പുതിരക്കാൽ തറവാട് ധർമ്മദൈവസ്ഥാനത്തെ കളിയാട്ടം മെയ് 4, 5 തീയതികളിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കരിവെള്ളൂർ പലിയേരിയിൽ വിവാഹ വീട്ടിൽ മോഷണം. നവവധുവിന്റെ 30 പവനോളം ആഭരണങ്ങൾ മോഷണം പോയതായി പരാതി. കരിവെള്ളൂർ പലിയേരിയിലെ AK അർജുന്റെ ഭാര്യ കൊല്ലം സ്വദേശിനി ആർച്ച S സുധിയുടെ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ചാച്ചാജി വാർഡ് പാർട്ടി സഹകരണ സംഘത്തിന് നൽകാൻ അനുവദിക്കില്ലെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സ്റ്റേറ്റ് നാഷണൽ ഖാദി ലേബർ യൂണിയൻ സംസ്ഥാന സമ്മേളനം പയ്യന്നൂർ AK കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. മാലിന്യം നിറഞ്ഞ് മാടായി പഞ്ചായത്തിലെ കോഴി ബസാർ മത്സ്യ മാർക്കറ്റിനു സമീപം റോഡരികിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നു. പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിൽ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.